കേരളത്തിലെ മഴ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മഴ. ആഹാ, ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. വാർത്തയൊക്കെ വരുമ്പം പ്രളയത്തിൽ രക്ഷകനായി ഡോഗേഷ്, അല്ലെങ്കിൽ നാട്ടുകാർക്കൊരു കൈത്താങ്ങായി ഡോഗേഷ്, നാടിന്റെ രക്ഷകൻ ഡോഗേഷ്, അങ്ങനെയൊക്കെ ഇടാവുള്ളൂ. ഇപ്പം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുമൂന്ന് സ്ലോ മോഷനിൽ നടക്കാട്ടോ. മഴ മഴ കൊട കൊട, മഴ വന്ന മുതലാളിയുടെ കൊട. അല്ലാതെ ഈ ഡോഗേഷിനോട് സ്വന്തമായിട്ട് കൊട. ആഹാ, ഇത് കൊള്ളാലോ. നേരത്തെയൊക്കെ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ പൈസ മുടക്കി അങ്ങോട്ട് പോകും. ദയിപ്പ ആ വെള്ളച്ചാട്ടം വീട്ടിൽ വന്നേക്കുന്നു. പക്ഷേ വീടിന്റെ ഉള്ളിലേക്ക് വരാതിരുന്നാ മതിയായിരുന്നു. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂച്ചാണ്ടികളെയൊന്നും ഈ പരിസരത്ത് കാണാനില്ല. അതെങ്ങനെയാ ഇപ്പൊ മടിയും പിടിച്ച് വീട്ടിലെവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും. അതൊക്കെ ഈ ഡോഗേഷ്. ഇപ്പൊ എത്രാമത്തെ ഗുളിയാന്നറിയോ മുതലാളി? ആന്റെ ഒരു കാറുകാരൻ വന്നിട്ട് കുറഞ്ഞത് ഒരു 2 കാറെങ്കിലും ചേസ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ആരും കൂട്ടം തെറ്റി പോകരുത്. വേമ്പനാട്ടുകായലിൽ നിന്നും വന്ന യാത്രാ സംഘം ഈ ക്രിസ്മസ് മീമിയുടെ പുറകെ വന്നേക്കൂട്ടോ. ഇതാണ് മനുഷ്യന്മാര് പണിത 5000 സ്ക്വയർ ഫീറ്റിലുള്ള വിശാലമായ വീടും ചുറ്റുപാടും. ഈ തറയൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ ടൈലാട്ടോ. ഇനി എല്ലാരും വാ, നമുക്ക് കിച്ചണും കൂടെ കാണാം. രാവിലെ തന്നെ അങ്ങ് നിന്ന് പെയ്യുവാണല്ലോ മുതലാളി. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ മീൻകാരം വരുമെന്ന് ഒരു പ്രതീക്ഷയും. ഇനിയൊരു വല വാങ്ങിച്ചിട്ട് മിറ്റത്തൊന്ന് എറിഞ്ഞു നോക്കിയാൽ ചിലപ്പോ വല്ലതും കിട്ടിയിരിക്കും. ആഹാ, എന്ത് മഴ, എന്തൊരു മഴ. ഇപ്പൊ മുതലാളി ഉണ്ടാക്കിയ നല്ല ചൂടുള്ള മീൻകറി, ഒരു മീൻ വറുത്തതും കുറച്ച് ചോറും അത്രയും മതി ഈ ക്രിസ്മസ് പൂച്ചണ്ടി. ഇതിപ്പോ കഞ്ഞിയും പപ്പടവും ഒക്കെ കൂട്ടി ഈ ക്രിസ്മസ് പൂച്ചണ്ടി മടുത്തു. മഴയാണ് ഇപ്പൊ നിൽക്കും നാളെ നിൽക്കും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഈ കാലാവസ്ഥാ നിരീക്ഷകർക്ക് ഇതൊക്കെ ഒന്നും നിർത്തിക്കൂടെ? ഈ ക്രിസ്മസ് പൂച്ചണ്ടി എങ്ങാനും ആയിരിക്കണം. പൂച്ചാണ്ടി മീൻകറിയും ചോറോ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി ഫുഡ് കഴിച്ചിട്ടാവാം. പുല്ല്, മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച ഇവിടെ വന്നിരുന്നത്. ഇതിപ്പോ പുറത്ത് പെയ്യുന്ന മഴയെക്കാളും ഇരട്ടിയാണല്ലോ അകത്ത് പെയ്യുന്നത്. ഈ ഡോഗേഷ് ഒരു കാര്യം പറയാൻ മറന്നു. ഇതാണ് നമ്മുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ബസ് സ്റ്റോപ്പ്. 10 ലക്ഷം രൂപ ചെലവെന്നാ കേട്ടത്. ഫുള്ളും ഹൈടെക് ആണെന്നാ കേട്ടത്.